പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു പ്ലാനായിരുന്നു ഒന്ന് ഗവിയിലേക്ക് പോകാമെന്ന്. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് ഗവിയിലേക്ക് പോകുന്ന വഴിക്കാണ് ചെറിയൊരു പണി കിട്ടിയത്. അന്ന് കയറാൻ പറ്റിയില്ല. അവിടുന്ന് പിന്നെ ഒന്ന് കൊടൈക്കനാൽ പോയി. കൊടൈക്കനാലൊക്കെ ഒന്ന് കറങ്ങി. അതിനുശേഷം രാമേശ്വരം പോയി. രാമേശ്വരത്തെ പാമ്പൻ പാലവും രാമേശ്വരവും ഒക്കെ കണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഗവി കയറി. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വന്ന ഒരു ട്രിപ്പിന്റെ കഥയാണ് ഈ വീഡിയോയിൽ. ഇവനാണ് ട്രിപ്പിന്റെ പ്ലാനർ. ഇവനൊരു താർ റോക്സ് വാങ്ങിയപ്പോൾ അതും കൊണ്ട് എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞാണ് നമ്മൾ ഈ ട്രിപ്പ് തുടങ്ങുന്നത് തന്നെ. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഒരു വെള്ളിയാഴ്ച രാത്രി ഞങ്ങൾ വണ്ടിയെടുത്ത് ഇറങ്ങി നേരെ എറണാകുളം. അവിടെ നെവ്മാർ രണ്ടിനെയും കൂടെ കൂട്ടി. പിന്നെ ഫുൾ പാട്ടും ബഹളവും ഒക്കെ ഒരൊറ്റ പോക്ക് മാപ്പ് വിട്ടിട്ട് ഗവിക്ക്. വെളിച്ചാവുമ്പോഴത്തേക്ക് ഗവി എത്തുമ്പോൾ. ഗവിനെ കുറിച്ച് അറിയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് എന്താ വെക്കുന്നത്. ഇത് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടമാണ്. ഞങ്ങൾ പോയത് കുട്ടിക്കാനം പീരിമേട് വഴി വണ്ടിപ്പെരിയാറിലേക്കാണ് പോയത്. റൂട്ടൊക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്ത്, ചെറിയൊരു മഴയൊക്കെ കിട്ടി, നൈറ്റ് ഡ്രൈവ് ഒക്കെ എൻജോയ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പോയി. വെളിച്ചാകുന്നവരെ കാത്തിരുന്ന് ഗവിൻ്റെ എൻട്രൻസിലേക്കൊക്കെ പോയി ചോദിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞു അതിലേക്കൂടെ അല്ല പോകാൻ പറ്റുക, അപ്പുറത്ത് കൂടെ ഒരു വഴിയുണ്ട്, ആ വഴി കൂടെ വേണം പോകാൻ, ബുക്ക് ചെയ്യാനുണ്ട് എന്നും പറഞ്ഞു. അതായത് ഒരു ദിവസം കുറച്ച് വണ്ടികൾ മാത്രമേ കയറ്റിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കി. പക്ഷെ ബുക്കിംഗ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങളെ ആ പ്ലാനൊക്കെ ക്യാൻസലായി. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ച് തിരിച്ചു വരാമെന്നൊക്കെ പ്ലാൻ ചെയ്തിങ്ങനെ നിൽക്കുമ്പോഴാണ് കൂട്ടത്തിലെടുത്ത് പറഞ്ഞത് രാമേശ്വരത്തേക്ക് പോകാം. എന്നാൽ പിന്നെ രാമേശ്വരത്തേക്ക് വിടുമെന്നും പറഞ്ഞ് ഞങ്ങളങ്ങ് ഇറങ്ങി. തമിഴ്നാട്ടിലെ ഹൈവേ കൂടെ ചെറിയൊരു മഴയൊക്കെ കൊണ്ടങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലെഫ്റ്റിലേക്ക് കൊടൈക്കനാലിൽ ബോർഡ് കണ്ടത്. എന്നാൽ പിന്നെ കൊടൈക്കനാൽ പോയാലോ എന്ന് വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു എന്നാൽ കൊടൈക്കനാലിലേക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പ്ലാൻ ചെയ്തിട്ടാണ് കൊടൈക്കനാൽ കണ്ടത്. എവിടെ പോയാലും പിന്നെ ഈ പരിപാടി നിർബന്ധമാണല്ലോ. പോരാത്തിന് വണ്ടി പുതിയത്. ഞങ്ങളങ്ങനെ ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവിടെ നേരെ കൊടൈക്കനാൽ പോയി. ഏകദേശം ഉച്ചയാവാനായി കൊടൈക്കനാൽ എത്തുമ്പോഴത്തേക്ക്. ഞങ്ങളത് നോക്കിയില്ല. കിട്ടിയ സമയത്ത് വെറുതെ കയറി കറങ്ങിയിട്ട് പോകാന്നുള്ളൊരു പ്ലാനിലങ്ങ് കയറിയതാണ്. പിന്നെ കൊടൈക്കനാലിലെത്തിയാൽ ഗുണ കേവ് നിർബന്ധമാണല്ലോ, പോകണമല്ലോ. ഒരു കുഞ്ഞി കാറ് വാങ്ങി. പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണുമ്പോൾ രസമല്ലേ, അതിന് വേണ്ടി വെച്ചതാണ്. കൊള്ളാം സാധനം. കൊടൈക്കനാലിലെ സ്ഥലങ്ങൾ കണ്ടതിനേക്കാളും ഈ പോകുന്ന വഴികളും അവിടുത്തെ കോടയും ആ തണുപ്പും ആ ക്ലൈമറ്റും അതിൽ കൂടി ഇങ്ങനെയുള്ളൊരു റൈഡും അതൊക്കെയാണ് അടിപൊളി. ഭയങ്കര രസമായിരുന്നു. ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഇങ്ങനത്തെ ഹിൽ സ്റ്റേഷൻസ് നമുക്ക് തരുന്നത്. നല്ല സ്ട്രെസ് അടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു റൈഡൊക്കെ ഇങ്ങനെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര റിലീഫായിരിക്കും. കൊടൈക്കനാലിൽ റൂം എടുത്തതെന്ന് പറഞ്ഞാലും കിടന്നുറങ്ങാനൊന്നും നിന്നില്ല. നമ്മളൊരു ഉച്ചയ്ക്ക് ശേഷമാണ് എത്തിയത് കൊടൈക്കനാലിൽ. അപ്പം അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ രാത്രിയൊക്കെ ഭക്ഷണം കഴിച്ച് 12-12:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. രാവിലെ സൂര്യോദയം രാമേശ്വരത്ത് നിന്ന് കാണാമെന്നുള്ള പ്ലാനിലായിരുന്നു ഇറങ്ങിയത്. ഉദയം രാമേശ്വരത്ത് നിന്ന് കാണണം എന്ന് പറഞ്ഞെങ്കിലും ഉദയത്തിനൊന്നും എത്തിയില്ല. രാമേശ്വരത്ത് വൈകി. അപ്പം പിന്നെ വൈകിയ സ്ഥിതിക്ക് പാമ്പൻ പാലമൊക്കെ വിശദമായി കണ്ടുപോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെയൊക്കെ നിർത്തി. കുറേ കാഴ്ചകളൊക്കെ കണ്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് നിർത്തിയിട്ട് വണ്ടി നിർത്തിയിട്ട് ആൾക്കാരുണ്ടായിരുന്നു. പാലത്തുമ്പിൽ നിർത്തിയിട്ട് ആൾക്കാരുണ്ടായിരുന്നു. പാലത്തിൻ്റെ അപ്പുറത്ത് നിർത്തി നടന്നു വന്ന ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അവിടെ നേരെ ശ്രീലങ്ക നോക്കി വിട്ടു. ശ്രീലങ്കയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പോയിന്റിലേക്ക് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന റോഡ്. ആദ്യമൊക്കെ കാടായിരുന്നു രണ്ട് സൈഡിലും. പിന്നെ അത് മാറി കടലായി. ഒരു സൈഡിൽ കടലായി, കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് സൈഡിലും കടലായി. അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ ഒരു സ്ട്രെയിറ്റ് റോഡായിരുന്നു കുറേ ദൂരം.
പോകുന്ന വഴിക്ക് വണ്ടികളൊന്നും ഇല്ലായിരുന്നെങ്കിലും അറ്റത്തെത്തിയപ്പോഴത്തേക്ക് ഫുള്ള് വണ്ടികളായിരുന്നു, ഫുള്ള് തിരക്കും ബഹളവും ആൾക്കാരൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ വണ്ടി ഒരു സ്ഥലത്ത് നമ്മൾ കയറ്റി അങ്ങ് വെച്ചു. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോന്നു. ഇതും കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് നമ്മൾ ആ ലൊക്കേഷനിൽ എന്തുണ്ടെന്നോ അവിടെ എന്ത് കാണാനുണ്ട് എന്നുള്ളതിനേക്കാളും അവിടേക്ക് പോകുന്ന വഴികളും വഴിക്കുള്ള കാഴ്ചകളും ഒക്കെ അടിപൊളിയാണ്. അവിടെയും കാണാനുണ്ട്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് പോലെ, അതായത് ഈ പാത്തിനെ കണ്ടിന്യൂ ചെയ്യുന്ന പോലുള്ള ട്യൂബ് പോലത്തെ ചെറിയ പീസുകളൊക്കെ കാണാൻ പറ്റും. അവിടെ ഒരു ബൈനോക്കുലറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ദൂരേക്ക് കാണാൻ പറ്റുന്നേക്കാണ് പറഞ്ഞത്. ഞങ്ങളതിലൊന്നും നോക്കിയില്ല. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്ത് കുറച്ച് സമയം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. 2-3 സെൽഫിയൊക്കെ എടുത്ത് തിരിച്ചു വന്നു. വരുന്ന വഴിക്ക് കലാമിൻ്റെ ഒരു വീടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നും കയറിയില്ലായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ക്യാമറ ഒന്നും എടുത്തില്ലായിരുന്നു പോയപ്പോൾ. പക്ഷേ പോയാൽ എന്തായാലും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണത്. ഞങ്ങളങ്ങനെ വേറെ സ്ഥലങ്ങൾ ഒരുപാടൊന്നും നോക്കി പോയില്ല. പിന്നെ വരുന്ന വഴിക്കൊരു സ്ഥലം കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഗവീൻ്റെ കേസിൽ ഞങ്ങൾക്ക് സംഭവിച്ചത് 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഞങ്ങളെ വഴി മാറിപ്പോയി. അതിന് 2 വഴിയുണ്ട് ഗവിയിലേക്ക്. ശരിക്കും ഗവി 1 വേ ആണ്. പോയ വഴി കൂടെ തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ എറണാകുളത്ത് നിന്ന് മാപ്പ് ഇട്ടപ്പോൾ കാണിച്ചത് വണ്ടിപ്പെരിയാർ വഴിയായിരുന്നു. വണ്ടിപ്പെരിയാർ വഴി നമുക്ക് അങ്ങോട്ട് കയറ്റി വിടില്ല. ബസ് കയറും അതിൽ കൂടെ. KSRTC പോവുകയാണെങ്കിൽ അതിൽ കയറ്റി വിടും. അല്ലെങ്കിൽ നമ്മൾ പോകേണ്ടത് നിലയ്ക്കൽ, ശബരിമല നിലയ്ക്കൽ ആ ഏരിയയിൽ കൂടെ പോയിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ്. അവിടെ പോയി പെർമിഷൻ എടുത്ത്, പെർമിഷൻ അല്ല, ഓൺലൈൻ ബുക്കിംഗ് ആണ്. ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വേണം ഗവിയിലേക്ക് പോകാൻ. അങ്ങനെ രാവിലെ ഒരുപാട് നേരത്തെയാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് ഗവിയിലേക്കുള്ള എൻട്രൻസിൽ. അപ്പോൾ ഓഫീസ് തുറക്കുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഒരു പാസ് എടുക്കാനായിരുന്നു. പാസ്സൊക്കെ എടുത്ത് ഞങ്ങൾ അകത്ത് കയറി. അകത്ത് കയറിയപ്പോൾ കുറച്ചങ്ങോട്ട് പോയപ്പോഴത്തേക്ക് തന്നെ നമ്മളെ ആനവണ്ടി KSRTC അവിടെ കണ്ടു. ഗവിയിലേക്ക് അപ്പുറത്ത് കൂടെ വരുന്ന വണ്ടിയാണ്. ഗവിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, സമാധാനമൊക്കെ തരുന്ന ടൈപ്പ് യാത്രയാണ്. ചെറിയൊരു റോഡും 2 സൈഡിലും കാടൊക്കെ ആയിട്ട് അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. ഭയങ്കര ചെറിയ റോഡാണ്. ഇപ്പോൾ KSRTC വന്നപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ശരിക്കും റോഡിൻ്റെ പുറത്തേക്ക് ഇറക്കിയിട്ട് വേണം സൈഡ് കൊടുക്കാൻ. 2 വണ്ടി വന്നാൽ ഏത് 2 കാറ് വന്നാലും സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല. KSRTC വന്നാൽ അത് ഫുള്ള് കവറായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനത്തെ ഉള്ളൊരു റോഡും സൈഡിൽ കൂടെയൊക്കെ കാടും അങ്ങനെയൊക്കെ ഉള്ളൊരു റോഡാണ് ശരിക്കും. പോകുന്ന വഴിക്ക് നമുക്കൊരു 3 ഡാമുകൾ കാണാൻ പറ്റും. അതിന് മുകളിൽ കൂടെയാണ് നമ്മൾ പോവുക. ഡാമിൻ്റെ മുകളിൽ കൂടെ പോവുക വണ്ടി കൊണ്ട്. അത് മാത്രമല്ല ഭയങ്കര കോടയും അങ്ങനത്തെ കാടും അങ്ങനത്തെ ഒരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു റൂട്ടാണ്. അതും ഒരു ദിവസം 20 വണ്ടിയോ അങ്ങനത്തെ ആണ്. ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റഡ് വണ്ടികൾ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് വിടുള്ളൂ. പിന്നെ പാക്കേജ് പ്ലാനുകളുണ്ട് ഇവരുടെ ടൂറിസത്തിൻ്റെ തന്നെ. അങ്ങനത്തെ പാക്കേജ് എടുത്ത് വരികയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്യാനും, ഗവിയിൽ സ്റ്റേ ചെയ്യാനും, അതേപോലെ ബോട്ടിങ്ങും അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളൊരു പാക്കേജ് ഉണ്ട്. ഞങ്ങൾ പാക്കേജ് ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളെ വണ്ടിയും കൊണ്ട് തന്നെ കയറി വന്നതാണ്. അപ്പോൾ സ്വന്തം വണ്ടിയും കൊണ്ട് വരികയാണെങ്കിൽ എന്തായാലും ഓൺലൈനായിട്ടൊരു പാസ് എടുക്കാനുണ്ട്. അത് അവരുടെ വെബ്സൈറ്റിൽ കിട്ടും. അതെടുത്തിട്ട് ഈ ഫോറസ്റ്റ് ഓഫീസിൽ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു സ്ലിപ്പ് പോലത്തെ ഒരു സാധനം കിട്ടും. അത് വെച്ചിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാൻ. എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനത്തെ വഴികൾ എപ്പോഴും നമുക്കൊരു പുതിയ ഉണർവ് തരുന്ന ടൈപ്പ് വഴികളാണ്. നമ്മൾ പിന്നെ പോയപ്പം പറ്റാവുന്ന എല്ലാ സ്പോട്ടിലും നിർത്തി വണ്ടീൻ്റെ ഫോട്ടോ എടുക്കും, കുറച്ച് വീഡിയോസ് എടുക്കും, കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിൽക്കും. അങ്ങനെയൊക്കെയാണ് പോയത്. ആ ഡാമിൻ്റെ ഏരിയയിൽ മാത്രമേ അങ്ങനെ നിർത്തരുതെന്നോ അതേപോലെ ഫോട്ടോസ് എടുക്കരുതെന്നൊക്കെ അവർ പറയുന്നുള്ളൂ.
മൃഗങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളങ്ങനെ മൃഗങ്ങളെ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല. ഒരു മാനിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വളരെ ദൂരെ ഒരു KSRTC ബസ്സുകാരൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. വളരെ ദൂരെയായിട്ടൊരു ഒരു കൂട്ടം ആനേനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുറെ ഒരു 2 കുന്ന് അപ്പുറത്തായിട്ട് അങ്ങനെയാണ് കണ്ടത്. പക്ഷെ മൃഗങ്ങളെ കാണണം എന്നുള്ള രീതിക്കല്ല ശരിക്കും ഞങ്ങൾ പോയത്. ഒരു പുതിയൊരു സ്ഥലം കാണുക. ആ കാണുന്ന വഴികളൊക്കെ അടിപൊളിയാണ്. അടിപൊളി വഴിയും അടിപൊളി കാഴ്ചകളുമാണ് പോകുന്ന വഴിക്കൊക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.